മത്സ്യത്തൊഴിലാളികളെ കാണാതായത് മുനമ്പത്ത് നിന്ന് പോയ ബോട്ടിൽ നിന്നാണ് എന്നുള്ളൊരു വിവരം വരുന്നു. ഇന്ന് പുലർച്ചെയാണ് മീൻ പിടിക്കാൻ പോയ ബോട്ട് നാവികസേനയുടെ അന്തർവാഹിനിയിൽ തട്ടിമറിഞ്ഞത്. 13 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. 11 പേരെ നാവികസേന രക്ഷപ്പെടുത്തി. തമിഴ്നാട്, ബംഗാൾ സ്വദേശികളായ 2 പേരെ കാണാനില്ല എന്നുള്ള വിവരവും വരുന്നുണ്ട്. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, എന്താണ് ഉണ്ടായത് എന്നാണ് അറിയുന്നത്? പൂജ, ഈ സംഭവത്തിൽ ഇപ്പോൾ 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. 13 മത്സ്യത്തൊഴിലാളികളായിരുന്നു ഈ മുനമ്പത്ത് നിന്ന് പോയ മാർത്തോമ എന്ന മത്സ്യബന്ധന ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 11 പേരെ നാവികസേന തന്നെ രക്ഷപ്പെടുത്തി. 2 പേർക്കുള്ള തെരച്ചിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ മുനമ്പത്തുള്ള ബോട്ട് ഉടമയോട് അറിയിച്ചിരിക്കുന്നത് ഇവർ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നേവിയുടെ അന്തർവാഹിനി ഈ ബോട്ടിൽ വന്നിടിക്കുകയും ബോട്ടിനെ തലകീഴായി മറിക്കുകയുമായിരുന്നു എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പക്ഷേ നേവി പറയുന്നത് അവരുടെ കപ്പലിലേക്ക് വന്നിടിക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് എന്നതാണ് അവർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 വാദങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. കഴിഞ്ഞ 15-ാം തീയതിയാണ് മുനമ്പത്തു നിന്ന് മത്സ്യബന്ധനത്തിനായി മാർത്തോമ എന്ന് പറയുന്ന ഈ ബോട്ട് പുറപ്പെട്ടത്. ഗോവൻ തീരത്ത് വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. 2 കപ്പലുകൾ, നേവിയുടെ 6 കപ്പലുകളും വിമാനങ്ങളും ഉപയോഗിച്ച് നാവികസേന രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കൂടി നടത്തുന്നുണ്ട്. മുനമ്പത്തുനിന്ന് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്. 2 പേരെ കാണാനില്ല.